കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പോക്കോ F6നെ കുറിച്ചാണ് പറഞ്ഞതെങ്കിൽ ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് പോക്കോ F6 Pro എന്ന വേരിയൻറ്റിനെ കുറിച്ചാണ്. ഈ പ്രോയിലോട്ട് വരുമ്പോൾ കുറച്ച് നമുക്ക് പ്രോ ഫീച്ചേഴ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. അതിലേക്ക് ഒരു കില്ലർ വേരിയൻറ്റ് തന്നെ എന്ന് പറയാൻ പറ്റും. ഒരു ഡിസ്പ്ലേയുടെ കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ 6.67 ഇഞ്ച് വരുന്ന OLED ഡിസ്പ്ലേ ആണ് വന്നിരിക്കുന്നത്. 68 ബില്യൺ കളേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസ്പ്ലേ ആണ് വന്നിരിക്കുന്നത്. ഇത്ര നാൾ 1 ബില്യൺ കളേഴ്സ് നിൽക്കുകയായിരുന്നു, പക്ഷേ ഇപ്പോൾ 68 ബില്യൺ കളേഴ്സാണ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത്. 120 ഹെർട്സ് റിഫ്രഷ് റേറ്റ്, 360 ഹെർട്സ് ടച്ച് സാമ്പിളിംഗ് റേറ്റ്, 1300 ഹെർട്സിൻ്റെ പീക്ക് ടച്ച് സാമ്പിളിംഗ് റേറ്റൊക്കെയാണ് വരുന്നത്. അതായത് മാക്സിമം ടച്ച് സാമ്പിളിംഗ് റേറ്റ് എല്ലാം നല്ലപോലെ വരുന്നുണ്ട്. ഡോൾബി വിഷൻ സപ്പോർട്ട് ചെയ്യുന്ന HDR10+ൻ്റെ 4000 നിറ്റ്സിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് ഉള്ള ഒരു ഡിസ്പ്ലേ ആണ് വന്നിരിക്കുന്നത്. ഇവിടെയും സ്ക്രീൻ ടു ബോഡി റേഷ്യോ ഏകദേശം 19% വരുന്നുണ്ട്. അതായത് നല്ല ബെസൽലെസ് എക്സ്പീരിയൻസ് ആണ് നമുക്കിവിടെ കിട്ടുന്നത് പോക്കോ F6 Proയിൽ. 50 MB മെയിൻ f1.6 OIS സപ്പോർട്ട് ചെയ്യുന്ന മെയിൻ ക്യാമറയും 8 മെഗാപിക്സലിൻ്റെ അൾട്രാ വൈഡ് ആംഗിളൊക്കെയാണ് വന്നിരിക്കുന്നത്. ക്യാമറ സെറ്റപ്പ് ഏകദേശം F6 പോലെ തന്നെയാണ് വന്നിരിക്കുന്നത്. ഡിസ്പ്ലേ ഏകദേശം F6 പോലെ തന്നെ കുറച്ച് പീക്ക് ബ്രൈറ്റ്നസ് കൂടുതലുള്ള ഒരു OLED ഡിസ്പ്ലേ ആണെന്ന് മാത്രമേ വരുന്നുള്ളൂ. പിന്നെ ഇവിടെ ചേഞ്ച് വരുന്നത്, ഇവിടെ മെയിൻ ക്യാമറയിൽ നമുക്ക് 8K വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റും. 8K അറ്റ് 24 FPS നമുക്ക് മാക്സിമം റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ഇവിടെ വരുന്ന ഒരു ക്യാമറ എന്ന് പറഞ്ഞാൽ 2 മെഗാപിക്സലിൻ്റെ മൈക്രോ ലെൻസും വരുന്നുണ്ട്. സോ ഇവിടെ ബാക്കിൽ ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് കിട്ടുന്നത്. ഫ്രണ്ടിലോട്ട് വരികയാണെങ്കിൽ 16 മെഗാപിക്സലിൻ്റെയാണ് സെൽഫി ക്യാമറ വരുന്നത്. ഇവിടെ നമുക്ക് മാക്സിമം റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നത് ഫുൾ HD ആയിട്ട് 60 FPS തന്നെയാണ്. പ്രോസറിൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ പ്രോസറിലാണ് ഒരു മാറ്റം വന്നിരിക്കുന്നത്. സ്നാപ്ഡ്രാഗൺ 8 Gen 2 എന്ന് പറഞ്ഞാൽ 4 നാനോമീറ്ററിൽ വരുന്ന ഒരു പ്രോസറാണ്. ഒരു കോർ വരുന്നത് 3.2 GHz ക്ലോക്ക് സ്പീഡുള്ള കോർട്ടെക്സ് X3 എന്ന് പറഞ്ഞ കോറാണ് വന്നിരിക്കുന്നത്. പിന്നെ വരുന്ന 2 കോറുകൾ 2.8 GHz കോർട്ടെക്സ് A715 എന്ന് പറഞ്ഞ കോറാണ് വന്നിരിക്കുന്നത്. പിന്നെ വരുന്ന 2 കോറുകൾ 2.28 GHz ക്ലോക്ക് സ്പീഡുള്ള കോർട്ടെക്സിൻ്റെ A710 എന്ന് പറഞ്ഞ കോറാണ് വന്നിരിക്കുന്നത്. പിന്നെ 3 പെർഫോമൻസ് കോറുകൾ വന്നിരിക്കുന്നത് 2 GHz ക്ലോക്ക് സ്പീഡുള്ള A510 എന്ന് പറഞ്ഞ കോറാണ് വന്നിരിക്കുന്നത്. അങ്ങനെ 1, 2, 2, 3 എന്ന രീതിയിലാണ് കോർ അറേഞ്ച്മെൻറ്റ് വന്നിരിക്കുന്നത്. Adreno 740 എന്ന് പറഞ്ഞ GPU, ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കർ, ബ്ലൂടൂത്ത് വേർഷൻ 5.3, ഒപ്റ്റിക്കൽ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ്, USF 4.0 സ്റ്റോറേജ്, LPDDR5X റാം, IP64 റേറ്റിംഗ്, ഇതെല്ലാം തന്നെ വരുന്നുണ്ട്. ഒരു ഒട്ടുമിക്ക ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവലിലുള്ള ഫോൺ നിങ്ങൾ മേടിച്ചാൽ എന്തെല്ലാം ഫീച്ചേഴ്സ് കിട്ടുന്നുണ്ടോ, IR ബ്ലാസ്റ്റർ അങ്ങനെയുള്ള എല്ലാ ഫീച്ചേഴ്സുകളും നിങ്ങൾക്ക് ഇതിൽ കിട്ടുന്നുണ്ട്. 5000 mAh ബാറ്ററി, 120 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ, QC3, PC3, PD3 പ്രൊട്ടക്ഷൻ എല്ലാം വരുന്നുണ്ട്. ഈ 120 വാട്ട് ഫാസ്റ്റ് ചാർജർ ഉപയോഗിച്ച് നിങ്ങൾക്ക് 100% വെറും 18 മിനിറ്റ് കൊണ്ട് തന്നെ ചാർജ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഒരു കില്ലിംഗ് ഫോണാണ് വന്നിരിക്കുന്നത്. ഒരു രക്ഷയില്ല പോക്കോ F6 Pro എല്ലാ തരത്തിലും. കാരണം ഇത്ര ഒരു വിലക്കുറവിൽ ഏകദേശം ഒരു 40,000-45,000 രൂപ റേഞ്ചിലായിരിക്കും ഈ ഒരു ഫോൺ വരിക എന്നാണ് അറിയാൻ കഴിയുന്നത്. VC കൂളിംഗ് അടക്കം വരുന്നുണ്ട്. എന്തായാലും ഒരു IQ ആണ് ഈ ഒരു സെഗ്മെൻറ്റിൽ ഏറ്റവും മികച്ച ഒരു പ്രോസസ്സറുള്ള ഗെയിമിംഗ് ഫോണായിട്ട് നിൽക്കുന്നത്. IQ 12 അപ്പോൾ ഈ ഒരു IQ 12 റേഞ്ചിൽ തന്നെയാണ് പോക്കോയും വന്നിരിക്കുന്നത്. എന്തായാലും പോക്കോ നമുക്കറിയാം കിടിലൻ പെർഫോമൻസ് തരും. ഗെയിമിങ്ങിന് വേണ്ടിയിട്ടുള്ള എൻഹാൻസ്ഡ് പെർഫോമൻസ് എല്ലാമാണ് വന്നിരിക്കുന്നത്. അതായത് ഭയങ്കരമായിട്ട് ഒപ്റ്റിമൈസ് ചെയ്തിട്ടുണ്ട് ഈ പ്രോസസ്സർ ഗെയിമിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു ഗെയിമിംഗ് ഫീച്ചേഴ്സ് എല്ലാം നല്ല രീതിയിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. പ്ലസ് OLED ഡിസ്പ്ലേയും കൂടി ആകുമ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യാനുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ പോക്കോ F6 Proയിൽ വരുന്ന എന്തെല്ലാം ഉണ്ടെന്നുള്ളത് ഒരു കമൻറ്റും കൂടി ചെയ്യുക. എങ്ങനെയുണ്ട്, ഇത് നിങ്ങൾ ഉദ്ദേശിച്ച ഫീച്ചേഴ്സിൽ തന്നെയാണ് ഈ ഒരു ഫോൺ വന്നിരിക്കുന്നത് എന്നൊക്കെയുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യുക. അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കണ്ടുപിട്ടുന്നതായിരിക്കും. ബൈ.